തഞ്ചാവൂർ പോലാമാ? ഇവിടെ റൂം ഞാൻ പറഞ്ഞ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ തഞ്ചാവൂർക്ക് പോവാണ്. ഇതാണ് എൻ്റെ പുതിയ മൈക്ക്. എങ്ങനെയുണ്ട്? ആ മൈക്കൊക്കെ വെച്ച് ഞാനൊരു വലിയൊരു പ്രോപ്പർ വ്ളോഗിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ വാങ്ങിച്ചു. തഞ്ചാവൂർ പോലാമാ? പോലാവാ പോലാവാ. അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രിയും ഗൈസ്, അങ്ങനെ ട്രെയിൻ വന്ന് നമ്മൾ ട്രെയിനിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, ആ ട്രെയിനിൽ കയറിയിട്ട് ബാക്കി വരാം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ തഞ്ചാവൂർ എത്തിയിരിക്കുന്നു. ഇനി പുറത്തിറങ്ങുമ്പോൾ കാണാം. ഞാൻ പുറത്തിറങ്ങിയിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. തഞ്ചാവൂർ എത്തിങ് ക്യൂട്ട് ഡോഗാ. അങ്ങനെ ഗൈസ്, നമ്മളങ്ങനെ തഞ്ചാവൂർ എത്തി. ഓക്കെ, നമുക്കിനി റൂമിലേക്ക് പോകണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ഹോട്ടലിലേക്ക്. പക്ഷേ നമ്മുടെ ഓട്ടോക്കാർ പറഞ്ഞത് 200 രൂപ. അതൊക്കെ ഞങ്ങൾ വേണ്ടാന്നും പറഞ്ഞ് ഫ്രണ്ടിലേക്ക് നീങ്ങിയപ്പോൾ തന്നെ അപ്പം തന്നെ അവർ 150 ആക്കി. ഇപ്പം ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ച എൻ്റെ ഉണ്ട് ഗൈസ്. വീടാന്നും പറഞ്ഞ് നിന്ന സ്ഥലം കോർപ്പറേഷൻ പാലസാ. തഞ്ചാവൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ. വിജയണ്ണൻ ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. നമുക്ക് കാർഡ് റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കണം. റൂം തുറക്കാൻ പറ്റുന്നുണ്ടായില്ല. 2 റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ എൻ്റെ സുഹൃത്തിൻ്റെ റൂമിൻ്റെ കാർഡ് റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് താഴത്തോട് നോക്കിയിട്ട് വരാം. ചേച്ചി, ഇതിൻ്റെ കാർഡ് റിജക്റ്റ് ചെയ്യണം. കാർഡ് റിജക്റ്റ് ചെയ്യണം. ഗൈസ്, അങ്ങനെ നമ്മൾ റൂമെത്തി. റൂമിൽ ലോക്കൊക്കെ ശരിയായി. ഇതാണ് പുറത്തോട്ടുള്ള വ്യൂ. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വ്യൂ ഒന്നുമില്ല. ഡോറടഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറത്തോട്ടുള്ള വ്യൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വ്യൂ കാര്യങ്ങളൊന്നുമില്ല. AC. പിന്നെ ഇതാണ് റൂം. എൻ്റെ സുഹൃത്തിൻ്റെ ബാഗ്. ഇവിടെ ഒരു വാഷ് ഏരിയ. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെയും സോ മെനി ബിൽഡിങ്സ് ഹിയർ. ഇവിടെ ബാത്റൂം ഗൈസ്. ഓക്കെ, പല്ല് വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷായി. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി പോകണം. ചായ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വീണ്ടും വന്ന് കുളിച്ച് റെഡി ആയിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാൻ മീൻസ് നമുക്ക് ഇവിടെയുള്ള ആദ്യം പോകേണ്ടത് നമുക്ക് ഇവിടുത്തെ പാലസ്, പിന്നെ 2 സ്പോട്ടുണ്ട്. അവിടെയാണ് ആദ്യം പോകേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ടെമ്പിളിലേക്ക് യാത്ര ചെയ്യുന്നത്. ഓക്കെ, പുറത്തിറങ്ങട്ടെ. ഓക്കെ, ബൈ. ഫുഡ് ഹണ്ടിങ്. ഒരു പഴയ കൊട്ടാരോ പഴയ വീടാണല്ലേ. AC ഒക്കെ ഉണ്ടോ? AC റിസോർട്ടാ. നമ്മൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള തേരാപ്പാരയിലാണ് ഗൈസ്. നടന്ന് ഫുഡ് ഹണ്ടിങ്. അങ്ങനെ നടന്ന് നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. ദോശ
ഗൈസ് അങ്ങനെ ഫൈനലി ഞങ്ങളുടെ പ്ലെയിൻ ദോശ വന്ന് വിളിച്ചു ഓക്കെ മടിക്കാൻ മടിക്കുക അങ്ങനെ ഇവിടുത്തെ ശൈലി. ഓക്കെ എല്ലാവർക്കും ദോശ വന്നു ഗൈസ്. ചട്നി വരും. ഒടുക്കി മടിക്കുന്നു വെട്ട് സെൻറ്റർ. ചട്നി വന്നു, ദോശ വന്നു, എനിക്ക് പാൽ വരാനുണ്ട്. നല്ലതാ എങ്ങനെയാ ഒരാക്കി പറഞ്ഞല്ലോ. രണ്ടാം ചട്നി വന്നു. നല്ലതാണ്. ഞാൻ വേണ്ട സാമ്പാർ വേണ്ട 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 സാമ്പാർ മിക്സാ വേണ്ട വേണ്ട വേറെ വേണ്ട സാമ്പാർ വേണ്ട. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ബൈ ബൈ ടാറ്റാ. എങ്ങനെയുണ്ടെങ്കിൽ നീ കണ്ടോടാ. ബൈ. ഇതിൽ നിർമ്മിച്ച ഒരു ഹോട്ടലാണല്ലോ. എനിക്ക് തോന്നുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. ഭയങ്കര അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ്. ഓക്കെ ഇവിടെയാണ് സീറ്റ് കാര്യങ്ങളൊക്കെ. ഫുഡ് കഴിച്ച് വീണ്ടും തിരിച്ച് റൂമിലേക്ക് പോകണം. നിങ്ങൾക്ക് എന്തോ കൊട്ടാരമാണെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടിരുന്നു അന്ത പാലസ്. നല്ല എന്തായിരിക്കില്ലേ? ഇതാണ് നമ്മുടെ റൂം. ഇത് വന്ന റൂം കാല ഗൈസ് കാല. അങ്ങനെ നമ്മൾ റൂമെത്തി. ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് 2 മണി 2:30 ആകുമ്പോൾ എണീക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 11 അത്രയും കണ്ടായി. എണീച്ചിട്ട് റെഡിയായി കുളിച്ച് റെഡിയായിട്ട് നമുക്ക് ഇവിടുത്തെ പാലസ് അങ്ങനെയുള്ള 2-3 സ്പോട്ടുകൾ വൈകുന്നേരത്തെ കവർ ചെയ്യാൻ പറ്റിയ 2-3 സ്പോട്ടുകൾ ഇപ്പോൾ കവർ ചെയ്യാം. നാളെ രാവിലെ നമുക്ക് കൂലി കാണാൻ പോകണം. കൂലി പവർ അതിൻ്റെ റിവ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീക്കട്ടെ. ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് ബാക്കി പറയാം. 2 മണിക്കൂർ കിടന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സ്ഥലം കൂടി കവർ ചെയ്യാം. ഓക്കെ ബൈ ബൈ ഗുഡ് ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ റെഡിയായി. നമ്മൾ പാലസിലേക്ക് പോവുകയാണ്. ഓക്കെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് അഫ്സിയുടെ ഔട്ട്ഫിറ്റ്. സുഹൈൽ ഔട്ട്ഫിറ്റ്. അനീഷ അതിൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കുന്നില്ലേ? ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഗൈസ്. ഗ്രീൻ ഷർട്ട്. പാലസിലേക്ക് പോവാണ്. അവിടെ കണ്ട ഒരു കണ്ണാടിക്കടയാണ് സുഹൃത്തുക്കളെ. ഇത് കണ്ണാടിക്കട. കണ്ണാടിക്കടയിൽ എന്നെ കാണാം. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഗൈസ്. ഹൗ ഇസ് ഇറ്റ്? തഞ്ചാവൂർ തെരുവുകളിലൂടെ നടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ. സിനിമാറ്റിക് സ്കൂളാണ് ഗൈസ്. സ്കൂൾ ശ്രീ ഷൺമുഖ. ചെറിയ സ്കൂളല്ലേ? ഭയങ്കര ചെറിയ സ്കൂള്. റോഡ് നാട് ചെറിയ ചെറിയ വഴികൾ. ഇതാണ് തമിഴ്നാടിൻ്റെ പ്രത്യേകത. ചെറിയ ചെറിയ വഴികൾ. നല്ല രസമായിരിക്കും വരേണ്ട ഒരു വീടുകളും കാര്യങ്ങളും പറഞ്ഞേക്കുന്നത് കാണാൻ അല്ലേ? നടന്ന് പാലസിൻ്റെ ഗോപുരം നമ്മൾ കണ്ടിട്ടുണ്ട്.
അവിടെ നിന്നാണ് നമ്മുടെ എൻട്രി, പാലസിലേക്കുള്ള എൻട്രി അവിടെ നിന്നാണ്. ഓക്കെ, ഈ മുണ്ട് കൊടുത്തിട്ടാണ് നടക്കാനും പറ്റുള്ളൂ. എൻ്റെ പഠിച്ചോനെ. അപ്പം എൻട്രി ഇവിടെ നിന്നല്ല, വേറെ വഴിയാന്ന് തോന്നുന്നത്. എടാ ഇതിക്കടെ മതിൽ കയറണമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും കറങ്ങി ഇതിൻ്റെ ഉള്ളിലോട്ട് വരാം. ഇതിൽ കൂടെ പോകാൻ. എടാ ഇത് ഗേറ്റാണോ? അല്ലടാ, അത് കാടാടാ. നമ്മൾ കറങ്ങി തിരിഞ്ഞ പാലസിൻ്റെ ഈ സൈഡിലേക്കായി. ഇതിനുള്ളിലാണ്, ഈ മതിൽക്കെട്ടിനുള്ളിലാണ് പാലസ് വരുന്നത്. എടാ എനിക്ക് തോന്നുന്നത് സ്കൂളാന്ന് തോന്നുന്നു. പിള്ളേരൊക്കെ ഉണ്ട്. ഏയ് എന്നടാ. എടാ ഇത് പഴയ ഒരു ഗോപുരമായിരുന്നു, പൊളിഞ്ഞു പോയതാ. പോകുന്ന വഴികളിൽ ഒരുപാട് വവ്വാലുകൾ തൂങ്ങി കിടക്കുന്നു. അവിടെയൊക്കെ ഈ ഫുൾ മരം മൊത്തം വവ്വാലുകളാണ്, കുറേ എണ്ണത്തിലെ കാണാം. ഓക്കെ, അപ്പോൾ യാത്ര വീണ്ടും തുടരുകയാണ്. പാലസിലേക്കുള്ള യാത്രയിൽ കണ്ടുമുട്ടിയ വവ്വാലുകൾ. ഉറക്കത്തിൽ നിന്ന് ചാടിയതാന്ന് തോന്നുന്നു. ലൈൻ കമ്പിമ കുടുങ്ങി ചത്തുപോയി. വിജയണ്ണൻ ഇപ്പം എங்கே തിരിഞ്ഞാലും തമിഴ്നാട്ടിൽ വിജയണ്ണനാ അല്ലേ? ഇങ്ങനെ നടന്ന് നമ്മൾ തഞ്ചാവൂർ പാലസിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് കവാടം അതിൻ്റെ. ഓക്കെ, മുല്ലപ്പോ അത് അബ്സി ഹാപ്പി ആയി. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആർട്ടുകൾ കാണാൻ പറ്റും, പല രീതിയിലുള്ള യുദ്ധത്തിൻ്റെയും. പിന്നെ അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് ആർട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അടുത്ത സ്കൂള് നമ്മൾ വന്ന വഴിക്ക് കണ്ട മൂന്നാമത്തെ സ്കൂളാണിത്. ഇതും ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇത് മിക്സ്ഡ് സ്കൂളാണോ? നമ്മൾ ആദ്യം കണ്ടത് ഗേൾസ് സ്കൂളായിരുന്നു. അവിടെ എങ്ങനെയാണ് പാലസിൻ്റെ ഗേറ്റ് വരുന്നത്. ഇവിടെയാണ് ടിക്കറ്റ്. ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ ഗൂഗിൾ പേ ഇല്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ക്യാഷായിട്ട് കയ്യിൽ വെച്ചിട്ട് വരണം. അതും സ്കൂളാണോ? പാലസിലേക്കുള്ള എൻട്രിയിലാണിത്. അമ്മേ, ഇത് മറ്റേ താജ്മഹലിലേക്ക് കയറുമ്പോൾ വൈറ്റിനെ പോലെ ഉണ്ടല്ലോ, വൈറ്റ് കളറിനെ പോലെ. അയ്യോ, പെട്ടെന്ന് കാണുന്നില്ല. ഇവിടെ മോളേഴ്സൊക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല കേട്ടോ. പ്രോപ്പറായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ നല്ല ഭംഗി ഉണ്ടായേനെ. ഇവിടെയൊക്കെ പല പല പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ കവാടം. അതിന് നമ്മളുള്ളിലോട്ട് കയറാണ്. ടിക്കറ്റ് സർച്ചിനുള്ളിലായിരിക്കും ചിലപ്പോൾ. അവിടെ നിന്ന് കയറി വന്നു. അതായത് നമ്മുടെ കവാടം. അവിടെ നിന്ന് കയറി വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു ആർട്ട് ഗാലറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ തഞ്ചാവൂരിൻ്റെ മറ്റേ ആ ടെമ്പിളിൻ്റെ പേര് ഞാൻ വിക്കി പോയി മറന്നു പോകും. ചോളരാജാവ് നിർമ്മിച്ച അങ്ങനെന്തോ സംതിങ്. ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്തൊരു കുളമായിരുന്നു തോന്നണം. ആർട്ട് ഗാലറിയിൽ നിന്ന് അതിനുള്ളിലേക്ക് കയറി അങ്ങനെയൊക്കെ കയറി വന്ന് നേരെ കാണുന്നത് അവിടെ ഒരുപാട് തത്തമ്മയൊക്കെ ഇരിക്കണ്ട കേട്ടാ. കണ്ട തത്തകളിരിക്കുന്നത്. തത്തകളൊക്കെ അറിയാം, ഈ മരത്തിൻ്റെയൊക്കെ തത്തമ്മയുണ്ട്. അവിടെ നിന്ന് കയറി വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് എന്തോ വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോക്ക് 50 രൂപ കൊടുക്കണമെന്ന് എന്ത് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്, വായിച്ചോ നിങ്ങൾക്ക് വായിക്കാനുള്ള ഓപ്ഷനാണത്, വായിച്ചോളൂ. ഓക്കെ, ഇവിടെ ഒരുപാട് കൊത്ത് ചെയ്ത ശില്പങ്ങളുണ്ട്. ഇതൊരു സിംഹത്തിൻ്റെ മുകളിൽ എന്തോ ഒരു സാധനം. ഇതൊന്നും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ലായിരിക്കും. ഇവിടെ അങ്ങനെ ഒരുപാട് ശില്പങ്ങളിവിടെ ഉണ്ട്. ചിലതൊക്കെ അത് ഒരുപാട് വർഷങ്ങൾ മുമ്പുള്ളതാണെങ്കിലും അത് അത്യാവശ്യം കീപ്പ് ചെയ്തിട്ടുണ്ട്.
ഇത് പീരീഡ് ഓഫ് 30th സെഞ്ച്വറിയിലുള്ളതാണ് ആ കുത്തി വച്ചേക്കുന്ന വിഗ്രഹം. കാരണം അതിനുള്ളിലോട്ട് എന്താ തീറ്റ എന്താ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ കുഞ്ഞും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ ഉണ്ടാവും. സൈഡിലൊക്കെ നല്ല രീതിയിൽ കൊത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ആലോചിക്കണം എന്താണ്. അവിടെ നോക്കി ഒരു മുഖവും പല്ല് വായ കണ്ണ്. സിംഹം തോന്നണം, എനിക്ക് തോന്നുന്നു സിംഹത്തിൻ്റെ വാല. സിംഹമാണ്, പക്ഷെ അത് വേറെ രീതിയിലും വരാറുണ്ട്. നമ്മൾ മുകളിലേക്ക് പോകണം. അവിടെയാണ് ബ്ലൂ വെയിലിൻ്റെ സ്കെലിട്ടൺ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അവിടെയാണ് മുകളിൽ ടവർ കാര്യങ്ങളൊക്കെ. എൻ്റെ ചുറ്റിനും ഇപ്പോൾ ഒരുപാട് കൊത്ത് ശില്പങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊക്കെ 50th സെഞ്ച്വറിയിലും 60th 70th സെഞ്ച്വറിയിലൊക്കെ ഉള്ളതാണ്. ഓക്കെ, കാറെന്ന് പറയണം. ചിലപ്പോൾ അങ്ങനത്തെ ഇവിടെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇവിടെ നേരെ വരുമ്പോൾ ഈ കാണുന്നതാണ് വെയിലിൻ്റെ ബോൺ. കാണാം വെയിൽ ബോൺ. TJR 92 അടി നീട്ടമുള്ളൊരു വെയിലിൻ്റെ ഒരു ഫോട്ടോ ആണ് വെച്ചാണത്. 1955 400 years പഴക്കമുള്ളൊരു വെയിലിൻ്റെ ഫോട്ടോയാണ്. ഇത് കാണാൻ കഴിയും. മതിയായതാണല്ലോ. ഇതെനിക്ക് ഇവിടെയാണ് വായ വന്നത്. ഇത് വായയുടെ ടോപ്പ്. ഇവിടെയാണ് മറ്റേ വലിയൊരു സഞ്ചി പോലെ വന്നില്ലേ. എന്താല്ലേ ഇതിൻ്റെ സൈസ് അറിയണമെങ്കിൽ ഞാൻ സൈസ് എങ്ങനെ കാണിക്കാം. പിന്നെ കാണിച്ചു തരാം. ഇതിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ കാണുന്നത് ഇങ്ങനൊരു വലിയൊരു ഫ്ലോറാണ്. അവിടെ നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ ഈ പാലസിലൊരു വലിയൊരു ഗോപുരം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം എന്തായാലും. ഇല്ല, ഫസ്റ്റ് ഫ്ലോറിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പുള്ളി പറഞ്ഞത്. നോക്കാം എന്തായാലും. തിമിംഗലത്തിൻ്റെ വാല് കറക്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു 3 അടി വീതിയുള്ളൂ ഇതിന്. പക്ഷേ വലിയ വാലായിരിക്കില്ല. ബാക്കിയൊക്കെ ഇറച്ചിയാന്ന് തോന്നുന്നത്. എന്ത് നീട്ടാല്ലേ, നല്ല നീട്ടുണ്ട്. അവിടെ വരെയുണ്ട്. അതിന് പുറത്തേക്ക് പോവാണ്, നമ്മൾ താഴത്തേക്ക് പോവാണ്. കാണുന്ന ഗോപുരം. ഓക്കെ, പിന്നെ താഴെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഇവിടുത്തെ കുറേ ഫോട്ടോസ് എടുത്തു. ഞാൻ അതുവേണ്ടി സൈഡിൽ കാണിച്ചു തരാം. ടക്കടാന്ന് പറഞ്ഞു വരും. ഇവിടെയൊക്കെ ഒരുപാട് ഫോട്ടോസ്, പഴയ ഫോട്ടോസൊക്കെ കാണാൻ കഴിയും. അവിടെയൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസ് ഉണ്ട്. നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഒന്ന് പുറത്ത് ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇവിടെ ബ്രോൺസ് ഇമേജ് എന്ന് പറയുന്ന ഒരു എന്തുണ്ട്, നല്ല വിഗ്രഹം കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആ ഗോപുരം കാണാൻ പറ്റും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ടെമ്പിളിലേക്ക് പോകണമായിരിക്കട്ടെ. ഇന്ന് രാത്രി ടെമ്പിളിലായിരിക്കും നമ്മൾ. യൂസ് ചെയ്ത സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനോട് അരി പിടിപ്പിക്കുന്ന സാധനം തോന്നുന്നു. അല്ലല്ല, ഹിന്ദു ലവ്ലോക്ക ലണ്ടനിൽ നിന്ന് വന്നതാണ്. ലിഫൻ്റ് ആൻഡ് കുഷ് ആനിനെ പിടിക്കുന്ന സാധനം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കത്തി ആയിരിക്കും. അവിടെ വാള തിരിക്കുന്നുണ്ടല്ലേ. എടാ ഇത് തോട്ടി മനസ്സിലായില്ലേ? എടാ ഇതും വെച്ചിട്ടാണ് ആനേനെ വളക്കണത്. അടുക്കോ അപ്പോൾ അതിനവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മളിതിൻ്റെ പുറത്തേക്ക് പോവാണ്. നമ്മൾ റൂമിലേക്ക് പോകണം. ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അത് കഴിഞ്ഞ് രാത്രിയായിരിക്കും. അത് കഴിഞ്ഞ് രാത്രിയാണ് നമ്മൾ ടെമ്പിളിൽ പോകുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ കാണുന്നില്ല. ട്രൈപോഡ് എടുക്കായിരുന്നു, ഞാൻ മറന്നു പോയി. എടാ ഹോളതിൻ്റെ ഉള്ളിലാ. അവിടെ അടുത്ത ടിക്കറ്റ് എടുക്കണമെന്ന്. പാലസിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഈ സൈഡിലായിട്ട് ഒരു ഷോപ്പുണ്ട്. അവിടെ നമുക്ക് ടോയ്സ് കിട്ടും. തഞ്ചാവൂർ ഡോളുകൾ കിട്ടും. ഇവിടെ റൂം ഞാൻ പറഞ്ഞ
അത് കുപ്പികളല്ല, വെള്ളിക്കടയാണ്. ഇതിന് പേര് ഓർമ്മയില്ല. തമിഴ്നാട്ടിൽ നിങ്ങൾ വരുമ്പോൾ ഇനി ഏറ്റവും കൂടുതൽ കാണാൻ പോണത് വിജയണ്ണൻ്റെ പിക്കാണെന്ന് തോന്നണം എനിക്ക്. കാരണം എല്ലായിടത്തും ഉണ്ട്. പുള്ളെങ്ങാനും ജയിച്ച അടിപൊളിയായിരിക്കും കേട്ടോ, എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്, എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അതിൻ്റെ കാണുന്നത് ഞങ്ങൾ വന്ന് ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. എനിക്ക് കുടിച്ച കഴിഞ്ഞിട്ട് വരാം. അത് കഴിഞ്ഞ് വീണ്ടും നടക്കണം റൂമിലേക്ക്, 1 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ ബൈ. സോപ്പും മതിയോ? കറങ്ങണതിലേതാ നല്ലത്? ഇങ്ങനെ ഫ്ലോപ്പ് സാധനം ഇതിനായിട്ട് കുടിച്ചിട്ടില്ല. எப்படி இருக்கு? நல்லா இருக்கா? ரொம்ப நல்லா இருக்கு. செம்மையா இருக்கு. അങ്ങനെ നമ്മളിപ്പോൾ വീണ്ടും റൂമിൽ വന്നേക്കാണ്. അങ്ങനെ നമ്മുടെ ഹോട്ടലെത്തി. ഇനി ഫ്രഷായിട്ട് നൈറ്റ് ടെമ്പിളിലേക്ക് പോകണം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇപ്പോൾ ടെമ്പിളിനോടുള്ള വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസത്തെ വീഡിയോയിലായിരിക്കും നാളത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, സമയം 7:30. നമ്മളങ്ങനെ പുറത്തോട്ട് പോകാനുള്ള വീണ്ടും. ഇനിയാണ് നമ്മൾ രാത്രി കാണാൻ പോകുന്നത്. നമ്മൾ രാത്രി അങ്ങനെ വീണ്ടും പുറത്തോട്ട് ഇറങ്ങാണ്. സമയം ഇപ്പോൾ 7:30 നമ്മൾ ടെമ്പിളിലേക്കാണ് പോകുന്നത്. നമ്മൾ രാത്രി അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. ബൃഹദീശ്വര ടെമ്പിൾ, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ അങ്ങനെ വല്ല കാഴ്ചകളും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് റോഡുകളുണ്ട്. ഇനി ഇങ്ങോട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാണം ചവിട്ടാതെ സൂക്ഷിക്കുക. ഞാൻ ചെറുതായിട്ടൊന്ന് ചവിട്ടി. ഓക്കെ, ഒന്നും പോകാൻ കാണിക്കുന്നത്. ഇത് കാണാൻ നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്കാണ് വന്നേക്കുന്നത്. നാളെയാണ് അങ്ങനെ കൂലിയുടെ ഷോ. കൂലിയുടെ ഷോ. കൂലി കാണാൻ ഞങ്ങൾ കേരളത്തിലൊന്നല്ല കൂലി കാണാൻ വന്നേക്കണത്. അങ്ങ് നേരെ തമിഴ്നാട്ടിലേക്ക് വന്ന് യഥാർത്ഥ രജനി ഫാൻസിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം കൂലി പടം കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു തമിഴ് മൂവി കാണാൻ പോകുന്നത്. എങ്ങനെയുണ്ട് നോക്കാം, എക്സ്പീരിയൻസ് ചെയ്യാം. നാളെയാണ് എന്തോ കിടക്കൊക്കെ ഉണ്ടാക്കുന്ന വീടാൻ തോന്നുന്നുണ്ട്. ഇടുങ്ങിയ വഴികളാണ്. വണ്ടികൾ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ബൈക്കിന് വല്ല പോവുകയാണെങ്കിൽ ഒരു 3.5 കിലോമീറ്റർ വരും. പക്ഷെ നടക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ വരുള്ളൂ. കാരണം 1 വേ ആണ് ചുറ്റിനുള്ളത്. അതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ എന്തായാലും നടക്കുകയാണ്. അങ്ങനെ ദൂരെ നമ്മുടെ ഗോപുരം കാണാൻ പറ്റും. ടെമ്പിളിലെ ഗോപുരമാണ് കാണുന്നത്. അവിടെ ഗോപുരം എൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ എനിക്ക് കവാടം തോന്നുന്നു. എടാ, ഈ വഴിയാണോ പോകേണ്ടത്? അതിൽ കൂടെ തന്നെ പോകേണ്ടത്? ഇതിൽ കൂടെ തന്നെയാ? തന്നെ നമ്മുടെ ഗോപുരത്തിൻ്റെ അങ്ങോട്ടുള്ള ടെമ്പിളിലേക്കുള്ള കവാടമാണ് ആദ്യം തന്നെ കാണുന്നത്. ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ദൂരക്കാഴ്ചയിൽ നിന്ന് തന്നെ ഭയങ്കര രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന കവാടവും അങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് പറയേണ്ട ഓരോ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. മുകളിലേക്കുള്ള ഒരുപാട് കൊത്തുപണികൾ നമുക്ക് കാണുന്നില്ല എങ്കിൽ പോലും പക്ഷെ അതിമനോഹരമാണ് കാണാനും കാഴ്ചയിലും എല്ലാം കൊണ്ട്. ദൂരെ നിന്നുള്ള കാഴ്ചയിൽ മാത്രം, അടുത്തുള്ളത് അങ്ങനെ നമുക്കറിയില്ല. ഓക്കെ, ഓരോ കൊത്തുപണികളും നോക്കി, ഓരോ സൈഡിലും ഓരോരോ ഇത് സമ്മതിക്കണവരെ. അത് ആ ഒരു കാലത്ത് ഒരു മെഷീൻ്റെ സഹായം ഇല്ലാണ്ട് ഇത്രയും കൊത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അതിനൊരെന്തായാലും പ്രത്യേകം സമ്മതിച്ച് കൊടുക്കണം സുഹൃത്തുക്കളെ.
എൻ്റെ പിന്നിൽ കാണുന്നതാണ് ചോള രാജാവ് നിർമ്മിച്ച അതിമനോഹരമായ ഗോപുരത്തിൻ്റെ കവാടം എന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ, ടെമ്പിളിൻ്റെ കവാടം. ഒന്ന് ചെരുപ്പൂരി അവിടെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ച് അത് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൻ്റെ അങ്ങോട്ട് കിടക്കുന്നത്, ടെമ്പിളിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അമ്പലത്തിലേക്കുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഇത്ര നേരം നിങ്ങൾ കണ്ടത് ഫസ്റ്റ് എൻട്രിയിലുള്ള കവാടങ്ങൾ. അതിൻ്റെ പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, അതുകൊണ്ട് കവാടം എന്ന് പറയുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ? കൊള്ളാട്ടെ, ഇത് രാത്രിയും കാണണം പകലും കാണണം. ഇതിൻ്റെ ഓരോ സൈഡും ഓരോ മൂലയൊക്കെ അടിപൊളിയായിട്ടാണ് അത്രയും കൊത്തി റെഡിയാക്കിയേക്കുന്നത്. അതിനെന്തായാലും സമ്മതിച്ചു കൊടുക്കും. അപ്പോൾ എന്തായാലും വിളിക്കലിട്ട് വരാം. ഓക്കെ, പണികളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇത്രയും വർഷം കാരണം ചിലതൊക്കെ ഒന്ന് ഇതായിട്ടുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ തന്നെ ഇത് രണ്ടാമത് കെട്ടിയതും കണ്ടാണ് ചുറ്റിനുള്ളത്. ഇതാണോ ബാക്കിൽ ഞാൻ ആദ്യം കാണിച്ചാണോ എന്നറിയില്ല. ഏതോ പറഞ്ഞാൽ രണ്ടാമത് കെട്ടിയത് മൂന്നാമത് കെട്ടിയതൊക്കെയെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. രാജരാജ ചോഴൻ ഒന്നാമനാണ് ക്രിസ്തുവർഷം 11-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. രാജേശ്വര ക്ഷേത്രം എന്നാണ് ശരിക്കുള്ള നാമം. എന്നാൽ പോലും തഞ്ചാവൂർ വലിയ കോവിൽ, ബൃഹദീശ്വര ടെമ്പിൾ, അങ്ങനെ മറ്റനേകം പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ കൊത്തുപണികളും ഇതിൻ്റെ ഓരോ ഡിസൈൻസും ടാഗ് ചെയ്യണം, ഓരോ കാര്യങ്ങളും എടുത്തറിയണമെങ്കിൽ ഇത് രാവിലെ തന്നെ വന്നു. അപ്പോൾ നമുക്കെന്തായാലും രാവിലെയാണ് അതിനു വേണ്ടി ഞാൻ വരുന്നത്. അപ്പോൾ രാവിലെ അത് കഴിഞ്ഞിട്ട് അതിനുവേണ്ടി നമുക്കെന്തായാലും വരാം. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു പോയിൻ്റ് ഇട്ടേക്കുന്നുണ്ട് ഇങ്ങനെ വെടിവ്. ഇവിടെ കുറേ ഓരോ ഭാഷകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഭാഷയൊന്നും എനിക്കൊന്നും അറിയില്ല. ഇത് മലയാളമാണോ? ഓ പാപ്പു, ഓ പാപ്പു കാരി, എന്തൊക്കെയോ ഭാഷ എഴുതിയിട്ടുണ്ട്. ആയിരുന്നു ഇവിടെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്, ഇത് കൊത്തിപ്പണുന്ന ഓരോ ആളുകളുടെയും കാര്യമാണ്. ഒരുപാട് പ്രാവുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. കുറേ മൊത്തം പ്രാവാണ്, ഫുൾ പ്രാവ്. ഭയങ്കര ഇതിൽ കാമാൻ കൊയിറ്റില് ഇവനെങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നതെന്ന് അറിയോ? ഇത് പണുന്ന ശില്പിന്റെ കാര്യം വെച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം നമ്മളിവിടെ ഇരുന്നു. ഇനി നമ്മൾ പുറത്തോട്ട് പോവാണ്. ഫുഡ് കഴിക്കാനുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി എന്തായാലും പുറത്തോട്ട് പോവാണ്. ഓക്കെ, പുറത്തിറങ്ങിയിട്ട് വരാം. അതുവരെ നിങ്ങൾ ഇവിടുത്തെ കുറേ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എന്തായാലും നോക്ക്. നേരത്തെ കൊണ്ടുപോയ ശിവൻ്റെ വിഗ്രഹം ഉണ്ടല്ലോ, അതിൻ്റെ പല്ലക്കാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. തിരിച്ച് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ആ പല്ലക്ക് നേരെ കൊണ്ടുപോവാണ്. എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള ഫ്രെയിംസ് ആണ് ഇതിൻ്റെ ചുറ്റിനുള്ളത്. എനിക്ക് മനസ്സിലാവുള്ള ഇതെങ്ങനെയാ ഇത് താജ്മഹലില്ലായിരുന്നെങ്കിൽ ശരി. ലോകാത്ഭുതങ്ങളിൽ ഒന്നാവേണ്ട ഒരു ഇടമാണ് ഈ തഞ്ചാവൂർ പെരിയ കോവിൽ എന്ന് പറയുന്ന ഈ സ്ഥലം. അപ്പം നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാണ്. കണ്ടു തീർന്നിട്ടില്ല ഇതുവരെയായിട്ടും. കാര്യം അതിനുള്ളതുണ്ട്. ഇവിടുത്തെ ഓരോ പോയിന്റും നമുക്ക് ശ്രദ്ധിച്ച് കാണാനുള്ള ഓരോ പോയിന്റുകളുണ്ട്. കാര്യം
ചില ഓരോ കൊത്തി വച്ചേക്കുന്ന ഓരോ മൂലകളടക്കം നല്ല രീതിയിൽ കാണാനുള്ളത് ഇവിടെ ഉണ്ട്. അത് പകലെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ രാവിലെ എന്തായാലും വരുന്നുണ്ട്, അപ്പം നമുക്കത് ശ്രദ്ധിക്കാം. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങാണ്. എനിക്ക് ഇവിടുത്തെ വീഡിയോസ് എടുത്തിട്ടാണ് എത്ര എടുത്തിട്ടും എനിക്ക് മതി വരുന്നില്ല. കാരണം അത്രയുണ്ട് ഇവിടെ. താജ്മഹൽ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്താ പറയുക, ആ ഒരു പട്ടികയിൽ ഇടം പിടിക്കേണ്ട ഒരു സ്ഥലമാണിത്. കാര്യം അത്രയും മനോഹരമാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാണ്. ഇനി നാളെ കാണാം. നാളെ പാക്കല കവാടമേ. ഞാനങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ് ഗൈസ്. എന്താടാ കഴിക്കാന്നുള്ള കേസ്? നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കാണ്. ഞാൻ ആദ്യം ക്യാമറയോടൊക്കെ മറന്നു കേസ്, അതാണ് പറയണത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ വരാം. ഞാനിപ്പോൾ കയറിയത് ഷാൻ റെസ്റ്റോറൻറ്റ് തഞ്ചാവൂർ, അവിടെയാണ് കയറിയേക്കണത്. ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ ആദ്യം, എന്നിട്ട് ഞാൻ പറയാം. റിവ്യൂ എന്നിട്ട് പറയാം. അപ്പോൾ ഗൈസ് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നേരെ റൂമിലേക്ക് പോകണേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി വീഡിയോ അടുത്ത പാർട്ടിലുണ്ടാവും. തഞ്ചാവൂരിൻ്റെ രാവിലത്തെ കാര്യം, പിന്നെ കൂലിയുടെ റിവ്യൂവും തിയേറ്റർ എക്സ്പീരിയൻസും കാര്യങ്ങളും അടുത്ത വ്ളോഗിലായിരിക്കും കാണുക. ഇനി റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഒന്നുകൂടിയും ജസ്റ്റ് രാത്രി പുറത്തോട്ട് ഇറങ്ങാണ്ട് ജസ്റ്റ് വെറുതെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നാളെ വരാം. ഓക്കെ ബൈ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ.